അതിനുവേണ്ടി മൗലവിമാര് ഇവിടെയും ചില കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ വലിയ സംഗതിയാണെന്ന് വിശദീകരിച്ചിട്ട് ആ ഖുർആൻ നമ്മൾ പഠിക്കുന്നില്ല, ആ ഖുർആൻ നമ്മൾ വായിക്കുന്നില്ല. ഈ നാട്ടിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങള് ഖുർആനിൻ്റെ ഗാംഭീര്യം ചിന്തിക്കാത്തവരാണ്, ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പോയവരാണ്. അതുകൊണ്ടാണ് നമ്മളാരും ഖുർആൻ പരിഭാഷ കാണാപ്പാഠം പഠിക്കാഞ്ഞത്. ഈ രീതിയിൽ പരോക്ഷമായി സ്ഥാപിച്ചെടുക്കാൻ ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഇവിടെ പ്രസംഗിച്ച മൗലവി അള്ളാഹുവിൻ്റെ ഖുർആനിനെ സംബന്ധിച്ചു പറയണേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. ആ ഖുർആനിൽ വളരെ ഗഹനമായ കാര്യങ്ങളുണ്ട്, വലിയ നിയമസംഹിതകൾ ആ ഖുർആനിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ അങ്ങേര് പറയുന്നത്? എന്നിട്ടും നമ്മളാരും ആ ഖുർആൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വരുത്താനാണ്. ഖുർആൻ അവതരിച്ചത് ഒരു വലിയ ആശയത്തെ, ഒരു വലിയ നിയമസംഹിതയെ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്നർത്ഥം. അത് ശരിയാ, ഖുർആൻ വലിയൊരാശയം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന ഏതൊക്കെ സന്ദർഭവും സാഹചര്യവുമുണ്ടോ അവിടെയെല്ലാം കൃത്യമായ വഴികാട്ടിയായി, കൃത്യമായ മാർഗദർശിയായിട്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളെ, ഇതിലാർക്കാണ് തർക്കമുള്ളത്? അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രപഞ്ച പര്യവസാനം വരെ വരുന്ന പരകോടി ജനങ്ങൾക്ക് പ്രകാശം പൊഴിക്കുന്ന ഗ്രന്ഥമാണ്. ലോകത്തെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അധികരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഗ്രന്ഥമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആൻ ആ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വതിൽകൽ അംസാലു നളിബുഹാ ലിന്നാസ്. ആ ഖുർആൻ വലിയ ആശയങ്ങൾ ഉള്ളതാണ്, വിഭവസമൃദ്ധമായി വൈജ്ഞാനിക തലങ്ങൾ ടച്ച് ചെയ്ത ആശയങ്ങളുള്ള ഗ്രന്ഥമാണ്. പക്ഷേ വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ വലിയ ആശയമുള്ള ഗ്രന്ഥമാണ്. ഖുർആനിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, അതിൽ തർക്കമില്ല. വഹാബികളും നമ്മളും തമ്മിലുള്ള തർക്കം എവിടെയാണ്? അവരും അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും വേർതിരിയുന്ന പോയിന്റ് എവിടെയാണ്? നമ്മൾ പറയുന്നു വിവരമുള്ളവരിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കണം, വിവരമുള്ളവരിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കണം. വസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ കേവലം ഒരു ടെക്സ്റ്റ് ബുക്കല്ല, അക്ഷരങ്ങളുടെയും ഭാഷാ നിഘണ്ടുവിൻ്റെയും സഹായത്തോടുകൂടെ ആർക്കും അനായാസം വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥമല്ല. ഇന്നാ സനുൽഖി ഖൗലൻ സഖീലാ. ഗഹനമായ ഗാംഭീര്യമുള്ള ആശയ സമ്പുഷ്ടതയുള്ള ആയത്തുകളാണ് ആ ഖുർആനിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ആലിമീങ്ങളിൽ നിന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് മുസ്ലിമീങ്ങളെ ആലിമീങ്ങളെ? അത് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു ചെയ്ത ഒരു രീതിയുണ്ട്. ആ രീതി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ടെക്സ്റ്റിൽ നിന്നല്ല, കേവലം അക്ഷരങ്ങളിൽ നിന്നല്ല, കേവലം ഭാഷകളിൽ നിന്നല്ല. നിങ്ങൾ നോക്ക്, ഖുർആൻ പറഞ്ഞു ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് ഹിദായത്തിൻ്റെ ഏറ്റവും നല്ല വെളിച്ചമാണ്. പക്ഷേ ആ ഹിദായത്തു തേടാൻ അള്ളാഹു ഖുർആനിൽ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നപ്പോൾ ആ ഹിദായത്ത് അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നിലനിർത്തണേ അല്ലാ, ഹിദായത്ത് ഫോളോ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. എവിടെയാ ഹിദായത്തുള്ളത്? ഖുർആനിലാണ്. പക്ഷെ അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്ത് എവിടുന്ന് കിട്ടണമെന്നാ ചോദിക്കുന്നത്? സിറാത്തുൽ ഖുർആനി വസ്സുന്നത്ത്. ഡയറക്റ്റായി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ടെക്സ്റ്റുകളിൽ നിന്ന് ആ ഖുർആൻ വായിക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അവസരം തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്താണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ വിശുദ്ധ പ്രമാണങ്ങൾക്ക് ജീവിതം കൊണ്ട് ഈണം പകർന്ന് കടന്നുപോയ മഹാരഥന്മാർ, വൈയക്തികമായ നന്മകളിലൂടെ വിശുദ്ധ ഖുർആനിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് കടന്നുപോയ മഹാന്മാരുണ്ട്.
ആ മഹാന്മാരിലൂടെ ഖുർആൻ വായിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖുർആൻ വായിക്കണം. അതുപോലെ സ്വഹാബത്തിലൂടെ റസൂലുള്ളാഹിനെ വായിക്കണം. ആ മഹാരഥന്മാരായ ഇമാമുമാരിലൂടെ സ്വഹാബത്തിനെ വായിക്കണം. അതുകൊണ്ടാണ് മൗലവി ഇവിടെ പ്രസംഗിച്ചു. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ ആ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിക്കൂട്ടി അക്ഷരങ്ങളിൽ ഗ്രന്ഥീകൃതപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചത് ടെക്സ്റ്റ് ബുക്കിലേക്കല്ല, അക്ഷരങ്ങളിലേക്കോ അല്ലെങ്കിൽ താളുകളിലേക്കോ പേജുകളിലേക്കോ അല്ല. മൗലവി തന്നെ പറയുന്നുണ്ട്, അത് ഹൃദയത്തിൽ നിന്ന്, അത് അല്ലാഹു തആല ഹൃദയത്തിലേക്ക് കൈമാറിയതാണ്. എന്തുകൊണ്ട്? വിശുദ്ധമായ ഖുർആൻ ടെക്സ്റ്റിൽ നിന്ന് വായിക്കേണ്ടതല്ല, ഹബീബായ തങ്ങളിൽ നിന്ന് വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മൗലവി പറഞ്ഞത് അള്ളാഹു അങ്ങനെ തന്നെ അവതരിപ്പിച്ചത്. ഖുർആൻ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു തആല നൽകിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകന്റെ കൽബിലേക്കാണ്, പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്, കൈകളിലേക്കല്ല. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അറേബ്യൻ ഭാഷയിൽ ആടിത്തിമർത്ത 6-ാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അതൊരു ഗ്രന്ഥമാക്കി ഹബീബായ തങ്ങളുടെ കയ്യിലേൽപ്പിച്ച് അതൊരു കോപ്പിയാക്കി പകർത്തിയെടുത്ത് അറബികൾക്കിടയിൽ വിതരണം ചെയ്ത് ഇത് വായിച്ച് ഖുർആൻ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഉത്തരം അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. നബിയെ, അങ്ങയിലേക്ക് നമ്മൾ ഈ അവതരിപ്പിക്കുന്ന ഖുർആനില്ലയോ, അറബിയിലുള്ള ഖുർആനാണ്. ആ അറബിയിലുള്ള ഖുർആനിൻ്റെ ആദ്യ സംബോധകർ അറബി ഭാഷ നന്നായി അറിയുന്നവരാണ്. എന്നിട്ടും ഇതൊരു ടെക്സ്റ്റ് ബുക്കാക്കി അള്ളാഹു അവർക്ക് വായിക്കാൻ കൊടുത്തില്ല. അവസരോചിതമായി, സന്ദർഭോചിതമായി അല്പാൽപമായത്തുകളിലൂടെ ഇത് അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ലിതുബയ്യിന ലിന്നാസ്. ഹബീബായ തങ്ങളുടെ ജീവിതം കൊണ്ട് റസൂലുള്ളാഹി വ്യാഖ്യാനിച്ചു കൊടുക്കണം. അവിടുത്തെ വാക്കുകൊണ്ട്, മൗനാനുവാദം കൊണ്ട്, അവിടുത്തെ പ്രസ്താവനകളെ കൊണ്ട് ആ ഖുർആൻ ഹബീബായ തങ്ങൾ വിശദീകരിച്ചു കൊടുത്താലല്ലാതെ അറബി അറിയുന്ന ആളുകൾക്ക് പോലും അറബിയിലുള്ള ഖുർആനിൻ്റെ ആശയങ്ങൾ അറിയൂല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മൗനാനുവാദം കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പ്രസ്താവനകളിലൂടെ ഹബീബായ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനങ്ങളൊന്നും ഹബീബായ തങ്ങൾ എവിടെയും എഴുതി വച്ചിട്ടില്ല, ഒരു ഗ്രന്ഥമാക്കി റസൂലുള്ളാഹി കൈമാറിയിട്ടില്ല. നേരത്തെ നഈമി ഉസ്താദ് ഇവിടെ പറഞ്ഞു വച്ചല്ലോ, തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി. ഹബീബായ തങ്ങൾ ഖുർആനായി നൽകിയത് സഞ്ചരിക്കുന്ന ഖുർആനുകളെയാണ്, സഞ്ചരിക്കുന്ന ഹദീസുകളെയാണ്. അള്ളാഹുവിന്റെ റസൂൽ കൈമാറിയത് അസ്ഹാബി കന്നുജൂമി ഫബി അയ്യിഹിം യഖ്തദൈതും യഹ്തദൈതും. ആരെങ്കിലും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് വിഭാവനം ചെയ്യുന്ന ഹിദായത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ, അവർ എൻ്റെ സ്വഹാബികളെ ഫോളോ ചെയ്യട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ഈ ഹദീസ് നേരത്തെ നിങ്ങൾ ഖുർആനിലേക്ക് വരൂ എന്ന് പറയുന്ന ആളുകൾ 4 മദ്ഹബാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചത്. എന്തിനാണ് ഖുർആനും ഹദീസും മേശപ്പുറത്തുണ്ടാകുമ്പോൾ നമ്മൾ 4 മദ്ഹബായി ഭിന്നിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ച് 4 മദ്ഹബിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്താൻ ഖുർആനും സുന്നത്തും എടുത്ത് ഈ ഉമ്മത്തിനെ 4000 മദ്ഹബാക്കി ഭിന്നിപ്പിച്ച കക്ഷികൾ അതിന് സാധൂകരണം കിട്ടാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ഹദീസാണ് തറക്തു ഫീകും അംറൈനി. അവർ തെരുവുകളിൽ നിന്നുകൊണ്ട് പറയും, നിങ്ങൾക്ക് എവിടെയാണ്, എവിടുന്നാണ് ഈ പാളക്കിതാബ് കിട്ടിയത്, എവിടുന്നാണ് ഈ ഇമാമിയങ്ങളെ കിട്ടിയത്? ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ തെളിവല്ലാത്തതുപോലെ സ്വഹാബികളും ഞങ്ങൾക്ക് തെളിവല്ലെന്ന് പച്ചമലയാളത്തിൽ വഹാബി പുരോഹിതന്മാർ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ ന്യായീകരണമായി അവർ പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തുമല്ലേ റസൂലുള്ള തന്നത്, ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാൽ പിന്നെ പേക്കൂലെന്നല്ലേ നബി പറഞ്ഞത്. എന്നിട്ട് ഈ മുസ്ലിംമാർ പറയണേ ഖുർആൻ ഞമ്മക്ക് മനസ്സിലാവൂല. ഒരു മൗലവി പറയണേ അതെങ്ങനെ ഉണ്ടാകുക? നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി അള്ളൊരു ഖുർആൻ തരാ,
എന്നിട്ട് ആ ഖുർആനാണെങ്കിൽ നമുക്ക് മനസ്സിലാവണമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു കുറുക്കൻ്റെ കയ്യിൽ ആമയെ കിട്ടിയ പോലെയാവൂലേ. നിലത്ത് വെച്ചാൽ തല കാണും, കയ്യിൽ പിടിച്ചാൽ തല കാണൂല. അവസാനം ഇതിനെ കൊന്നു തിന്നാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ കുറുക്കൻ്റെ കയ്യിൽ ആമനെ കിട്ടിയപ്പോൾ ഉണ്ടായത്. ഇതുപോലെയല്ലേ ഈ അറിയാത്ത ഖുർആൻ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് അതുകൊണ്ട് അമല് ചെയ്യുക? അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പരലോകത്ത് ശിക്ഷിക്കുമ്പോൾ ചോദിക്കൂല, തിരിയാത്ത ഖുർആനല്ലേ അള്ളാഹ് തന്നത്, പിന്നെ എങ്ങനെയാ ഞങ്ങളതനുസരിച്ച് അമല് ചെയ്യുക എന്ന് ഈ സമസ്തക്കാര വാദപ്രകാരം പരലോകത്ത് ആളുകൾ അള്ളാഹിനോട് തിരിച്ചു പറയില്ല എന്നാണ് ഒരു മൗലവിന്റെ ന്യായം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലൻ തളിബു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയുമാണത്. ഇമാം മാലിക് മുവത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ശരിയാണ്, ഇത് സ്വഹീഹായ ഹദീസായി പണ്ഡിതന്മാർ ഇന്ന് മുസ്ലിയാക്കന്മാർ പറയുന്ന എന്താണ്? ഖുർആൻ നമുക്ക് തിരിയൂല. അതാണ്, ഖുർആൻ നമുക്ക് തിരിയില്ല, അത് നമുക്ക് മനസ്സിലാവൂല. കറക്റ്റാണ്, അത് നമുക്കല്ല മനസ്സിലാകുക. മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കി തരാം, ഒരു പ്രശ്നമല്ല. അങ്ങനെ തന്നെയാണ് അള്ളാഹു ഖുർആൻ ഇറക്കി തന്നത്. ആലിമീങ്ങൾക്കറിയാവുന്ന ഗ്രന്ഥമാണത്. എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം. തീർച്ചയായും അള്ളാഹു തആല വിചാരണ ചെയ്യും. അതുണ്ടാകുമോ? നീതിമാനായ അള്ളാഹു, പടച്ചോനെ ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ലാന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ? ചോദിക്കൂല. ഒന്നത് പരലോകമാണ്, നാവ് കൊണ്ട് തരികിട പറയാൻ പറ്റിയ ലോകമല്ല. ഇനി ഒരു മൗലവിക്ക് അങ്ങനെ ചോദിക്കാൻ അള്ളൊരു ചാൻസ് കൊടുത്തു എന്ന് കൂട്ടുക. പടച്ചോനെ, ആ ഖുർആൻ കൊണ്ട് എന്തുകൊണ്ട് അമല് ചെയ്തില്ല എന്നല്ലേ നീ ചോദിക്കുന്നത്? ഞാൻ എങ്ങനെ അമല് ചെയ്യാനാ പടച്ചോനെ? എനിക്ക് തിരിയാത്തൊരു ഗ്രന്ഥമല്ലേ നീ തന്നത് എന്ന് അള്ളാഹുവിനോട് മൗലവി എങ്ങാനും ചോദിച്ചാൽ അള്ളാഹു തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? വസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. എടോ, നിനക്കറിയില്ലെങ്കിൽ അറിയാവുന്ന പ്രവാചകനെ തന്നില്ലയോ? പരിചയപ്പെടുത്താൻ സ്വഹാബത്തിനെ തന്നില്ലയോ? സ്വഹാബികളിൽ നിന്ന് ഇമാമുമാരത് പകർത്തി തന്നില്ലയോ? എന്തുകൊണ്ട് അവരെ ഫോളോ ചെയ്തില്ല? സഹോദരങ്ങളെ, ഇതൊരു ചതിയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ശരിയായ വഴികളിൽ നിന്ന് മറ്റു വഴികളിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോകാൻ ഒരുപാട് കാലങ്ങളിൽ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രംഗത്ത് വന്ന ഒരു കക്ഷിത്വത്തിൻ്റെ ബാക്കി ഭാഗമാണ് വഹാബിസം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ കേരളത്തിൽ നിങ്ങൾ നോക്ക്, ഖുർആനിൻ്റെ പേരിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ആരാണ്? CN അഹമ്മദ് മൗലവി എന്ന് പറയുന്ന മൗലവിയാൽ. ആ CN അഹമ്മദ് മൗലവി എന്തിനാണ് ഖുർആൻ പരിഭാഷപ്പെടുത്തിയത്? അള്ളാഹുവിൻ്റെ ഖുർആനിൽ മൗലവിയുടെ തലക്കൊക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഇവിടെ പ്രസംഗിച്ച ഹുസൈൻ സലഫി, ഞാൻ അയാളുടെ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ആ ഹുസൈൻ സലഫിക്ക് ഇവിടെ പ്രസംഗത്തിൽ കാര്യമായി പറയാനുണ്ടായിരുന്നത് ഔലിയാക്കളുടെ കറാമത്തുകളാണ്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഇടപാടുകളാണ്. ഇത് തന്നെയാണ് CN അഹമ്മദ് മൗലവിയെ ഒരു ഖുർആൻ പരിഭാഷ എഴുതാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അയാൾ അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കാൻ പറ്റിയ കോലത്തിൽ ഖുർആനിനെ ആക്കാൻ തീരുമാനിച്ചു. ഭൗതികരായ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഖുർആനിനെ വിശദീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചങ്ങാതി പറഞ്ഞു, ഈ മൂസാ നബി വടി കൊണ്ടടിച്ചു എന്നൊന്നും പറഞ്ഞാൽ അവിടെ വെള്ളം രണ്ട് ചേരിയിലായത് വേലിയേറ്റവും വേലിയിറക്കവും കാരണമാണ്. ഈ രീതിയിൽ മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് CN അഹമ്മദ് മൗലവി പരിഭാഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ
കേരളത്തിൽ വഹാബീസത്തെ നവോത്ഥാനമായി ആഘോഷിക്കുന്നത് പോലെ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഈ രാജ്യത്ത് വലിയ ഒരു സംഗതിയായി പുരോഗമനവാദികൾ കൊണ്ടാടി. നിരീശ്വരവാദികൾ അയാളെ വലിയ സാഹിത്യകാരനും വിവരസ്ഥനുമായി ചിത്രീകരിച്ചു. പക്ഷേ ഇന്നത്തെ മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ ആ CN അഹമ്മദ് മൗലവിയുടെ ഖുർആനിലെ ഈ വിഷം തിരിച്ചറിഞ്ഞു പറയണേ, അയാൾ കാര്യമായിട്ട് ഇതൊക്കെ നിഷേധിക്കാനാണ് ഖുർആൻ പരിഭാഷ എഴുതിയത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴക്കുമല്ല, അൽ കഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങിയത്. എന്താണ് അതിന്റെ കാരണം? അമാനിമോലിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു കൊടുക്കുക. എന്താ കാരണം എന്നറിയില്ല. കാരണം അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. ഞാനിത് വളരെ കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. ചരിത്രം വസ്തുതാപരമായി മനസ്സിലാക്കിയാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളാണ്. അതിനുവേണ്ടി അയാളെ പാകപ്പെടുത്തിയത് റഷീദുള്ളയാണ്. റഷീദുള്ളയെ പാകപ്പെടുത്തിയത് ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ സാംസ്കാരികമായും ആത്മീയമായും തകർക്കാൻ വേണ്ടി സംവിധാനിച്ച കുരിശു പടയാളികളുടെ കലാലയങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും വിശദമായി പോവുകയല്ല. ആ റഷീദുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലാഹു തആല ഖുർആനിൽ മുഅ്ജിസത്ത് കറാമത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി യൂറോപ്യന്മാര് മുസ്ലിമാകുമായിരുന്നു എന്ന് അള്ളാന്റെ ഖുർആനിൽ എഡിറ്റ് നിർദ്ദേശിച്ച ധിക്കാരിയാണ് റഷീദുള്ള. നമ്മൾ ഷാഫി ഇമാമിനെ പരിഗണിക്കുന്നത് പോലെ മതരംഗത്ത് കേരളീയ വഹാബികൾ ഒരു വലിയ വിഭാഗം ആ റഷീദുള്ളയെ പരിഗണിക്കുന്നുണ്ട്. ആ തലച്ചോറാണ് CN അഹമ്മദ് മൗലവി വാടകക്കെടുത്തത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ്. അത് ഈ സാധുക്കളെ വിവരക്കേടാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങി ഒരു വലിയ കാലഘട്ടത്തിലെ കേരളീയ മുസ്ലിമീങ്ങളുടെ നാഗരികമായ ചരിത്രങ്ങളെയും വൈജ്ഞാനിക വിഭവങ്ങളെയും കൊന്നുതള്ളാൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങിയ അറബി മലയാളത്തെ കുഴിച്ചുമൂടാൻ പണിയെടുത്ത ആളാണ് CN അഹമ്മദ് മൗലവി. അദ്ദേഹം എന്താ ചെയ്തത്? ഖുർആൻ ഇങ്ങനെ വായിച്ചൊക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം ഏതോലെ മോലിയാര് കറാമത്ത് വയലറിഞ്ഞാല് ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക് മോശം തോന്നുന്നൊക്കെ മുജാഹിദ് പറയണ മാതിരി മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ കടല് പളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്ന് ഇപ്പൊ ഒരു അമുസ്ലിം വായിച്ചാൽ മോശല്ലേ? ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അറബി നന്നായി അറിയുന്ന സമൂഹത്തിലേക്ക് ഈ ഖുർആൻ അള്ളാന്റെ ഹബീബ് ഓതിക്കൊടുത്തിട്ടുണ്ട്. നന്നായി ഖുർആനിന്റെ ആശയം അറബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കാർക്കും ഒരു സംശയവും ഉണ്ടായില്ല. കാരണം യുമിനൂന ബിൽ ഗൈബ്, പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറത്ത് പടച്ച റബ്ബ് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ കൊണ്ട് ഹുദയെന്ന് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ട് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഇങ്ങനെ തലക്കൊക്കാത്തതിനെ മറ്റൊരു കോലത്തിൽ വ്യാഖ്യാനിക്കാൻ പരിഭാഷ എഴുതുകയാണ്. ഇനി കേരളീയ വഹാബികളും മൗദൂദികളും ആ ഖുർആനിന് കാണുന്ന ബഹുമാനം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞു, അറബി നന്നായി അറിയുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് അഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുമ്പോ അവർക്ക് വായിക്കാൻ യഥേഷ്ടമായി ഒരു ഗ്രന്ഥമാക്കി ആ ഖുർആനിനെ അല്ലാഹു കൊടുത്തിട്ടില്ല. റസൂലുള്ളാന്റെ നാവ് കൊണ്ട് വ്യാഖ്യാനിക്കണം. അങ്ങനെയുള്ള ഖുർആനിനെ കേരളത്തിലെ മുജാഹിദുകൾ പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിക്കുന്നത് ആരെയറിയങ്ങൾ? എം.എൻ. കാരശ്ശേരിനെ. ആരാണ് എം.എൻ. കാരശ്ശേരി? അല്ല സ്വർഗം തന്നാലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ചിത്താന്തക്കാരൻ. ആ എം.എൻ. കാരശ്ശേരിയുടെ കയ്യിലേക്കാണ് അല്ലാഹു തആല എൻ്റെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ മുജാഹിദും ജമാഅത്തും ഏൽപ്പിക്കുന്നത്. സത്യം പറഞ്ഞ കാരശ്ശേരി വരെ നെട്ടിപ്പോയി. മുജാഹിദിനോടും ജമാഅത്തിനോടും കാരശ്ശേരി പറയാണ്, എനിക്ക് അറബി അറിയില്ല, ഖുർആനും അറിയില്ല.
അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുക? അറ്റാക്ക് ഉണ്ടായില്ല എന്നുള്ളൂ. അജാതി ബേജാറാണ് എം കാരശ്ശേരിക്ക് ഉണ്ടായത്. പിന്നെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാല്, മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നിലമ്പൂരിലെ ഡോക്ടർ എം ഉസ്മാൻ. അത് ഞാനുമായിട്ട് വളരെ ലോഹ്യമായിരുന്നു. അതേ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കാരശ്ശേരി ഒരു ഖുർആൻ പരിഭാഷ എഴുതണം. ഞാൻ പറഞ്ഞു, എനിക്ക് അറബി അറിയില്ല, ഞാൻ മതവും പഠിച്ചിട്ടില്ല, എന്താണ് ഡോക്ടർ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. എങ്ങനെ അറബി അറിയില്ല, മതവും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിഭാഷപ്പെടുത്താന്ന് എം കാരശ്ശേരി തിരിച്ചു പറയുമ്പോഴെങ്കിലും ആ സാധുവിനെ വെറുതെ വിടണ്ടേ? പക്ഷേ വഹാബികൾ വിടുന്നില്ല. ഷെയ്ഖ് വിട്ടാലും മുരീദ് വിടൂല എന്നുള്ള വാശിയില് മൗലവി പറയണം, അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് അറിയണ മാതിരി നിങ്ങളാണ്ട് എഴുതിയാൽ മതി. അവ എന്നോട് പറഞ്ഞു, അതൊക്കെ അത്ര മതി, നിങ്ങൾ അത് മനുഷ്യന് വായിക്കാവുന്ന നല്ല മലയാളത്തിൽ എഴുതിയാൽ മതി, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഖുർആനിന്റെ പേരിൽ എം കാരശ്ശേരി മലയാളത്തിൽ ഒരു കഥ എഴുതിയാൽ അത് റബ്ബിന്റെ കലാമാകുമോ? ഇങ്ങനെയാണ് ഖുർആനിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നത്. നോക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് 2 or 3 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരശ്ശേരി ഞാനും നിങ്ങളും കൂടി ഇരുന്നാൽ നമുക്ക് നല്ലൊരു ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഉണ്ടാക്കാം. അള്ളാന്റെ ഖുർആൻ കൊളാക്കാൻ ഇത്ര കുഹുവത്ത ജോഡി മറ്റൊന്നില്ല. ഇബ്ലീസിന്റെ പോലും സഹായം അതിൽ ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറബി അറിയാത്തതിന് എനിക്ക് അറബി അറിയാം, നിങ്ങൾക്ക് മലയാളം അറിയാത്തതിന് എനിക്ക് മലയാളം അറിയാത്തതിന് നിങ്ങൾക്ക് മലയാളം അറിയാം. പക്ഷെ രണ്ടാക്കും അതറിയില്ല. എം കാരശ്ശേരിക്ക് അറബി അറിയാം, എം കാരശ്ശേരിക്ക് മലയാളം അറിയാം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് അറബി അറിയാം, പക്ഷെ മതമറിയണ്ടേ? അറബി നന്നായി അറിയാം. അറേബ്യൻ സാഹിത്യത്തിൽ ആടിത്തിമിർത്ത 6ാം നൂറ്റാണ്ടുകാർക്ക് അനായാസം വായിക്കാൻ വിട്ടുകൊടുക്കാതെ ഹബീബായ തങ്ങളുടെ നുബുവത്തിന്റെ നാവുകൊണ്ട് നോക്കുകൊണ്ട് ജീവിതം കൊണ്ട് ഹബീബായ തങ്ങളിൽ വിശദീകരിക്കാൻ ഏൽപ്പിച്ച ഖുർആൻ, ആ ഖുർആൻ ആരെ കയ്യിലാ? കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കാണ്. ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കേട്ടോ. ഈ പരിഭാഷ എന്ന് പറയുന്നത് വെറും ഭാഷ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കറക്റ്റ്. ഭാഷ അറിഞ്ഞാൽ പരിഭാഷ പറ്റൂല. പരിഭാഷ കഴിഞ്ഞാൽ പോലും ഖുർആൻ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളുടെ നിലപാടുകളുണ്ട്. നമ്മൾ തമ്മിൽ നിലപാട് കൊണ്ട് യോജിക്കൂല. അതായത് 921 ഞാൻ ചുരുക്കി പറയാണ്, വഹാബികൾ വന്നിട്ട് പറഞ്ഞു നാളിതുവരെയുള്ള നാട്ടുകാർ മുഴുവൻ കുഫറിലാണ്. എന്താ കാരണം? അവർ മക്ബറിൽ പോണുണ്ട്, മൗലൂദ് ഓതുന്നുണ്ട്. 940 ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു സുന്നികൾ ഏതായാലും പുറത്തന്നെ, മുജാഹിദും അകത്തല്ല പുറത്താണ്. എന്താ കാരണം? സുന്നികൾ ജാറത്ത് പോയത് കൊണ്ടാണ് പുറത്തു പോയതെങ്കിൽ മുജാഹിദുകൾ പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ടാണ് പുറത്തു പോയത്. കാരണം ഇസ്ലാമിക ഭരണമില്ലാത്ത പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം പോയാൽ സുന്നികൾ ജാറത്ത് പോകുന്നത് പോലെയാണ്. സുന്നികൾ ബാഗ്ദാദിലെ ജീലാനി തങ്ങളെയാണ് ദൈവാക്കിയതെങ്കിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI സാറിനെയാണ് മുജാഹിദ് ദൈവാക്കിയത്. ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഞാനും നിങ്ങളും തമ്മിലുണ്ട്. അതുകൊണ്ട് പരിഭാഷ എഴുതാൻ വേണ്ടി ഇരുന്ന് ഇയ്യാക നഅ്ബുദുവിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേന് നമ്മൾ തല്ലി പിരിയേണ്ടി വരും എന്നാണ് കാരശ്ശേരി പറയുന്നത്. എങ്ങനെയാ നമ്മൾ ഒന്നിച്ചൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുക? ഇപ്പൊ ഖുർആനെ പറ്റി ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഉദാഹരണം പറഞ്ഞു. ഇപ്പോ ഫാത്തിഹയില് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം, ഇയ്യാക നഅ്ബുദു എന്നുള്ള പ്രയോഗം, ആരാധനയിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു തർക്കം. ഇപ്പം ഉമർ മൗലവിയും ജമാഅത്തും പ്രധാനപ്പെട്ട തർക്കതാണ്. അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കീഴൊതുങ്ങലും. അതായത് ജാറത്ത് പോണത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോണതും പ്രശ്നമാണ്. ജാറത്തിൽ പോകുന്നത് മാത്രമല്ല, പള്ളിക്കൂടത്തിൽ പോകുന്നതും പ്രശ്നമാണ്.
സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് വിശദീകരിച്ചു പോകല്ല. ഇവർ നമ്മളോട് പറയുന്ന ഖുർആനിന്റെ കഥ ഇങ്ങനെയാണ്. വിവരമുള്ള ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഖുർആനിൽ നിന്ന് വിവരദോഷികളായ ആളുകൾ പറയുന്ന വ്യാജങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകലാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ മുസ്ലിം ഉലമാക്കൾ പറഞ്ഞത് വഹാബികളുടെ ഖുർആൻ അത് വ്യാജമാണ്, അവരുടെ പരിഭാഷകൾ തോട്ടിലെറിയേണ്ടതാണ്, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. അവസാനം എന്തായി? CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ മുസ്ലിമിന്റെ കൈ കൊണ്ട് ഇല കൂട്ടി തൊടാതെ പറ്റൂല എന്ന് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ? അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ബുഖാരി മുസ്ലിം പോലെ വഹാബികൾക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷെ ആള് മരിച്ചുപോയി. കുറച്ചു കാലം കഴിഞ്ഞ് മുജാഹിദുകൾ പല ഗ്രൂപ്പുകളായി തല്ലി 10-18 തൗഹീദായി. അപ്പൊ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ ഒരു പേജിലെ തൗഹീദ് ഒരു ഗ്രൂപ്പിന് അനുകൂലമാണ്, തൊട്ടടുത്ത പേജിലെ തൗഹീദ് മറ്റൊരു ഗ്രൂപ്പിന് അനുകൂലമാണ്. ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് സമ്മിശ്രമായി കളിയാടിയ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ കൊണ്ട് മുജാഹിദ് തോറ്റുപോയി. അങ്ങനെയാണ് ഈ അടുത്ത ദിവസം ഒരു പരസ്യം, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ നമ്മൾ പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. പുനഃപ്രസിദ്ധീകരിക്കുന്നത് കൊള്ളാം, പക്ഷെ ഈ മരിച്ചുപോയ മനുഷ്യനെ എഴുതിയതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഇവലെ വകയിൽ ചേർക്കാൻ പാടുണ്ടോ? അങ്ങനെ പരസ്യം നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ ആ പരിഭാഷയിൽ എഴുതി ചേർക്കേണ്ടതായി അഭിപ്രായമുണ്ടോ എന്നാൽ അതൊക്കെ എഴുതി തരണം, അടുത്ത പരിഭാഷയിൽ ഉണ്ടാകുന്നതാണ്. മാള് മരിച്ചുപോയില്ലേ, എബൽക്ക് എന്തു എഴുതി ചേർക്കാലോ? ഇങ്ങനെ പരിഭാഷകളെ കൊണ്ട് അവസാനം വഹാബികൾ തന്നെ ബുദ്ധിമുട്ടിയപ്പോൾ എന്തായിരുന്നോ പണ്ട് നമ്മളെ ഉലമാക്കൾ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം ഹുസൈൻ സലഫി പറഞ്ഞത്. പരിഭാഷ നോക്കിയിട്ടല്ല ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. കറക്റ്റ്. ഇതാണ് അസം മുസ്ലിയാർ പറഞ്ഞത്, ഇതാണ് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത്. ഈ പറഞ്ഞതിനെയാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ഖുർആനിൽ നിന്ന് മുസ്ലിയാക്കന്മാരെ അകറ്റി എന്ന് പ്രചരിപ്പിച്ചത്. ഇതിന്റെ പേരിലാണ് നമുക്ക് ഖുർആൻ അറിയൂല എന്ന് വഹാബികൾ പ്രചരിപ്പിച്ചത്. മുസ്ലിമീങ്ങളെ, നമ്മൾ ഖുർആൻ അറിയുന്നവരാണ്, നമ്മൾ ഖുർആൻ വായിച്ചവരാണ്, നമ്മൾ ഖുർആൻ മനസ്സിലാക്കിയവരാണ്. എവിടെന്നാണ് നമ്മൾ ഖുർആൻ വായിച്ചത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതിനെപ്പറ്റി മൗലവി ഇവിടുന്ന് പറയണേ, ചില ആളുകൾ ഖുർആനിനെ വെറും മന്ത്രിച്ചൂതാനുള്ളതാക്കി, ചില ആളുകൾ ഖുർആനിനെ വെറും ഊതിക്കട്ടുള്ളതാക്കി, ആ ഖുർആനിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തില്ല. കേവല പാരായണത്തിന് മാത്രമുള്ള ഗ്രന്ഥമാക്കി ഈ ഖുർആനിനെ ചില ആളുകൾ അതിനെ മാറ്റിവരുത്തിയപ്പോൾ ഇല്ല, ഖുർആൻ പാരായണം ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അപകടമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എഴുതി കിട്ടാനും കലക്കി കുടിക്കാനും മരിച്ചെടുത്ത് ഓതാനും മാത്രമുള്ള എന്തോ ചില സവിശേഷതയുള്ള വചനങ്ങൾ മാത്രമാക്കി ഖുർആൻ സവിശേഷതയുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ, മന്ത്രിച്ചൂതി കെട്ടാനുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ, ഊതി കുടിക്കാനുള്ളതാക്കിയിട്ടുണ്ട് നമ്മളെ. കാരണം അത് സവിശേഷമായ ഗ്രന്ഥമാണ്. പക്ഷെ അതിന് മാത്രമുള്ളതാക്കിയിട്ടില്ല. അതിനാണെങ്കിൽ നമ്മളെ പള്ളി ദർസിൽ തഫ്സീർ ഉണ്ടാകുമോ? ഈ ആലിമീങ്ങൾ മുഴുവൻ കേരളത്തിൽ ലോകത്തെവിടെയും ഇല്ലാത്ത വിധം വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് ഈ ഉമ്മത്ത്, ഈ സമുദായത്തെ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടല്ലേ. പക്ഷേ കാരശ്ശേരിൻ്റെയൊക്കെന്നും CN അഹമ്മദ് മൗലവിൻ്റെയൊക്കെന്നുള്ള അഖുർആൻ ഈ ഉമ്മത്തിന് വേണ്ട. എങ്കിൽ മറ്റു ചില ആളുകൾ ആ വിശുദ്ധ ഖുർആനിന് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി പ്രവാചകാധ്യാപനങ്ങളെ തൽക്കാലം മാറ്റിവെച്ച് ഖുർആനിക വചനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചുകെട്ടി കൊണ്ടുപോയിട്ട് അത് ശരിയാണ്. അതാണ് വഹാബികളും മൗദൂദികളും ഈ നാട്ടിൽ ചെയ്തത്. അന്ധവിശ്വാസങ്ങളെയും എല്ലാ അനാചാരങ്ങളെയും എല്ലാ തെറ്റായ പ്രവണതകളെയും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തെളിവുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇനി അയാൾ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പ്രതിഫലമുണ്ട്. അതല്ലേ മഹാനായ ഹസൻ മുസ്ലിയാർ പണ്ട് പറഞ്ഞത്? ഫാത്തിഹയുടെ അർത്ഥമറിയലല്ല നിർബന്ധം, ഒരാൾ അർത്ഥമറിയാതെ ഫാത്തിഹ ഓതിയാലും പ്രതിഫലമുണ്ട്. ഈ
ക്ലിപ്പിന്റെ തന്നെ ബാക്കിയിൽ അയാൾ പറയാണ് അലിഫ് ലാം മീം എന്നോദിയാൽ അലിഫ് ഒരക്ഷരമാണ്, അക്ഷരത്തിന് പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല. അലിഫ് എന്നോദിയാലും പ്രതിഫലമുണ്ട്, ലാം എന്നോദിയാലും പ്രതിഫലമുണ്ട്, മീം എന്ന അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ഇവിടെയാണ് ശരിയായ കാഴ്ചപ്പാടിനെ നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ കേവല പാരായണം മാത്രമല്ല, പാരായണം പ്രധാനമാണ്, യാതൊരു കുറവുമില്ല പാരായണത്തിന്റെ മഹത്വത്തിന് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഒരക്ഷരം ഓതിയാൽ 10 പുണ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ, അലിഫ് എന്ന ഒരക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട് എന്നാണ്. അതേ ഖുർആനിന്റെ പദാനുപാത അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. ഇതു പറഞ്ഞ പണ്ഡിതന്മാരെയാണ് ഇവർ ഖുറാഫികളാക്കിയത്. ഇതു പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്ക് ഖുർആൻ അറിയൂലാന്ന് ഇവർ പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവർ ഖുർആൻ എന്ന വ്യാജേന പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിമീങ്ങളെ, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഖുർആൻ മനസ്സിലാക്കിയത് ശരിയായ മാർഗത്തിൽ നിന്നാ. അതുകൊണ്ട് നമ്മുടെ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിച്ച വിശ്വാസങ്ങളിൽ പിഴവുകളില്ല. നമുക്ക് തന്നെ 10 കൊല്ലം കഴിയുമ്പോൾ തിരുത്തി പറയേണ്ടത് വന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അള്ളാഹുവിനെ കുറിച്ചല്ലയോ മുസ്ലിമീങ്ങളെ? ആ അള്ളാനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. ഇടങ്ങളെയോ സ്ഥലങ്ങളെയോ സമയങ്ങളെയോ അവയവങ്ങളെയോ ഇരിപ്പിടങ്ങളെയോ അല്ലാഹ് ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. സർവാർത്ഥത്തിലും ജനങ്ങളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന്, ചരാചരങ്ങളിൽ നിന്ന് യജമാനനായ അല്ലാഹു വ്യത്യസ്തനാണ്. ഇതല്ലേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അല്ലാഹു? ഇതല്ലേ നമ്മുടെ പൂർവ്വപിതാക്കൾ വിശ്വസിച്ച അല്ലാഹു? ഈ വിശ്വാസമല്ലേ അടുത്ത തലമുറയിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്? എന്തുകൊണ്ട്? ഇത് അല്ലാഹുവിൻ്റെ ഖുർആനിലെ ആശയമാണ്, സിറാത്തുൽ മുസ്തഖീമിലൂടെ പകർന്നു കിട്ടിയ ആശയങ്ങളാണ്. എന്നാൽ ഈ സ്വന്തമായി ഖുർആൻ ഓതാൻ വന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അള്ളാനെ പറ്റി വല്ലതും മനസ്സിലായോ? എന്തോ ഒരു മോശമായിട്ട് ഞങ്ങൾ അള്ളാനെ മനസ്സിലാക്കിയത് എന്നൊക്കെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തെ കുതിര കയറാൻ ഹുസൈൻ സലഫി ഇവിടെയുള്ള മുസ്ലിമീങ്ങളോട് ചോദിച്ചില്ലേ? ഞങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് കൃത്യമായിട്ടാണ്. എന്നാൽ വഹാബികൾ അള്ളാനെ മനസ്സിലാക്കിയ കോലം ഒരുപാടുണ്ട്. ചെറിയ രീതിയിൽ ഇവരുടെ വിശ്വാസത്തിന്റെ പൊള്ളത്തനമറിയാൻ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുകയാണ്. കേരളീയ വഹാബികളുടെ ആദ്യ നേതാവായ വക്കം മൗലവി, ആ വക്കം മൗലവിയുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ പുസ്തകത്തിൽ വക്കം മൗലവി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന് അർശും കുർശും കടലും കരയും ഭൂമിയും ആകാശവും ഒക്കെ ഒരുപോലെയാണ്. ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പും അള്ളാഹു ഉള്ളവനാണ്. ഇത് മുഖ്യധാര മുസ്ലിമീങ്ങളുടെ ശരിയായ വിശ്വാസമാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ, ഇത് വഹാബികളുടെ ആദ്യകാല നേതാവാണ്. ആ നേതാവിൽ നിന്ന് ഇന്നത്തെ വഹാബികളുടെ കയ്യിൽ ആ ദൈവവിശ്വാസം എത്തിയപ്പോൾ വക്കം മൗലവി പറഞ്ഞത് അല്ല ആകാശത്താന്ന് പറയരുത്, അല്ല ഭൂമിയിലാന്ന് പറയരുത്, അതൊക്കെ ഉണ്ടാകും മുമ്പേ ഉള്ളവനാണ് അല്ലാന്നാണ്. എന്നാൽ ഇന്നത്തെ മൗലവി വന്നിട്ട് പറയാണ് അല്ലാ ആകാശത്തിരിക്കുകയാണ്. എന്താണ് അതിന്റെ തെളിവ്? അതുകൊണ്ടല്ലേ നമ്മൾ ദ്വാരക്കുമ്പോ മുകളിലേക്ക് കൈ ഉയർത്തുന്നത് എന്നാണ്. അള്ളാഹ് ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലും ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും? ആർക്കും അത് മനസ്സിലാകുക? പള്ളിന്റെ മിഹ്റാബിന് മുകളിൽ ഒരു ദ്വാരുണ്ടാകും, ഓട്ട. മിഹ്റാബിന്ന് മൗലിയാര് ദ്വാരക്കുമ്പോ ഇജാബത്ത് ചാക്ക് കെട്ടി ഇറക്കാനാന്ന് മൗലവിമാര് പറയുമെന്നറിയില്ല. അല്ല ആകാശത്തായതുകൊണ്ട് അത്ര കൈ ഉയർത്തുന്നത്. ഇത് വിശ്വസിക്കാനാണ് മുസ്ലിമീങ്ങളെ നമ്മളെ വഹാബികൾ ക്ഷണിക്കുന്നത്. ഈ വിശ്വാസം ഇവരുടെ തന്നെ നേതാവായ വക്കം മൗലവി വിശ്വസിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്കേ, KNM എന്ന് പറയുന്ന പിളർപ്പിന്റെ മുമ്പുള്ള മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച പരിഭാഷയാണ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. അതിന്റെ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിന്റെ അധികാരിയാണ് എന്ന് അർത്ഥം വരുന്ന ആയത്തിന്
ചിലർ അർത്ഥം കൊടുക്കുന്നുണ്ട് അല്ലാഹ് അർശുമേൽ ഇരിക്കുകയാണ് എന്ന്. അങ്ങനെ അള്ളാഹു അർശുമേൽ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് വിശ്വാസത്തിനെതിരാണ്. അല്ലാഹ് അർശിൽ ഇരിക്കുകയാണ് എന്ന് പറയാൻ പാടില്ല എന്ന് KNM പ്രസിദ്ധീകരിച്ച അമാനി മൗലവി എന്ന മുജാഹിദ് നേതാവിന്റെ പരിഭാഷയിൽ എഴുതി വെക്കുകയാണ്. അതിന്നും വിപണിയിലുണ്ട്. അതേ KNM വേറൊരു മൗലവിയുടെ പുസ്തകം ഇറക്കുകയാണ്. ഫാത്തിഹയുടെ തീരത്ത് ഉമർ മൗലവിയുടെ ബുക്കാണ്. ആ ബുക്കിൽ അതേ ആയത്തിന് മൗലവി പറയുകയാണ് അല്ലാഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹു അർശിൽ ഇരുന്നു തന്നെ പറയണം. അല്ലാഹ് ഇരുന്നു എന്ന് പറയണം. അർശിൽ ഇരിക്കുകയാണ് എന്നൊരു മൗലവി, ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുഫറാണ് എന്ന് വേറൊരു മൗലവി. ഇത് രണ്ടും പ്രസിദ്ധീകരിച്ചത് KNM. രണ്ടും കക്ഷത്തിലിറക്കുന്നത് മൗലവിമാർ. സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോവുകയാണ്. ഇനി ഒരു മുജാഹിദ് മൗലവി വന്നിട്ട് പറയണം അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല, പക്ഷെ അള്ളാഹ്ക്ക് കൈ വലത്തുണ്ട്. അവന്റെ രണ്ട് കൈകളും വലതാണ്. പാകെന്ന് പറയാനോ അള്ളാഹ്ക്ക് രൂപം പറയാനോ ഒന്നും നമ്മളില്ല, പറയാൻ പറ്റൂല. എന്തോ ഒരു നിഷ്കളങ്കൻ നോക്കിങ്ങളെ. ഇനി അയാൾ പറയണതോ അള്ളാഹ്ക്ക് കൈ വലത്തുണ്ട് എന്നാണ്. പിന്നെ രണ്ടും വലതാണ്. ആ വലത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ രാവിലെ പണി ജോലി കാത്തിക്കണ ബംഗാളികളോട് ചോദിച്ചു നോക്കിയും വലത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഓൻ പറഞ്ഞു തരും. അത് ഭാഗാണ്. സുഹൃത്തുക്കളെ, ഭാഗെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് വലത്ത് കൈയുണ്ട് എന്ന് പറയാൻ ഇതുമ തീർന്നോ? ഭാഗണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദുകൾ അവരുടെ ഇന്നത്തെയും മുഖപത്രമായ അൽമനാറിൽ വഹാബികൾ എഴുതുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് എഴുതുന്നത്? അള്ളാഹുവിന്റെ ഇരുകൈകളും അഥവാ ഇരുഭാഗവും വലതുഭാഗമാണ്. അള്ളാഹ്ക്ക് ഭാഗണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന മൗലവിയാണ് അൽമനാറിൽ അള്ളാഹ്ക്ക് വലതുഭാഗണ്ട് എന്ന് എഴുതി വെച്ചതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ പാടെ വഹാബികളുടെ മുമ്പിൽ കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങൾ സംസാരിച്ചപ്പോൾ മുജാഹിദുകൾ പച്ച കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടു. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, നന്നായി കള്ളം പറയുന്ന ആളുകൾ. ഒരു നൂറ്റാണ്ട് കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ഒരു 50 വൈരുദ്ധ്യം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പ്രസംഗിക്കാമെന്ന ഫൈസൽ മൗലവി പറയണേ, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒരു പിഴവും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. 2012 വരെ 952 മുതൽ ഒരു പ്രശ്നവും ഞങ്ങളെ വിശ്വാസത്തിനില്ല. ആശയപ്രബോധം സ്വീകരിച്ചു പോന്ന അൽമനാർ 950 മുതൽ 2012 വരെ. അതിനുശേഷം എന്തൊക്കെ എഴുതി ഞങ്ങൾ വല്ല വായിച്ചു നോക്കലില്ല, അതുകൊണ്ട് അവിടെ പറഞ്ഞത് 950 മുതൽ 2012 വരെ. 950 മുതൽ 2012 വരെ. 950 മുതൽ 2012 വരെ അൽമനാറിൽ ആശയ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട മുഴുവനും ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ട്. അപ്പോ ഒരു പ്രശ്നം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഇല്ല എന്നാണ് മൗലവി പറയുന്നത്. നമ്മുടെ ആലിമീങ്ങൾ വഹാബികളെ വെല്ലുവിളിച്ചു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വെല്ലുവിളി, ആ വെല്ലുവിളിയിൽ മൗലവിമാര് ചാടിക്കേറി കൊത്തി. വഹാബികൾ ഇപ്പൊ ഉണ്ടായ അവസ്ഥ മനുഷ്യനിർമ്മിത വിശ്വാസത്തിനുണ്ടാകുന്ന പോരായ്മയാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരായത്ത് കാണിച്ചു തരുമോ? പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ലട്ടോ. മംഗളത്തിൽ അസീസ് മൗലവി അദ്ദേഹം എഴുതിയത് എന്താ? അല്ലാഹു തആലക്ക് ശരീരമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 101-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയ ഒരു തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ഒരു വിശ്വാസമുണ്ട്. പേരോട് മുസ്ലിയാരെ സർവ്വ മുജാഹിദുകൾക്കും വേണ്ടി ഒരു വെല്ലുവിളി ഞങ്ങൾ നടത്തട്ടെ നിങ്ങളോട്. അത് എല്ലാ മുജാഹിദുകൾക്കും വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസ രംഗത്ത് മാറ്റം വരുത്തിയെന്ന്. മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്ന വിഷയത്തിന് ഒരു വാദപ്രതിവാദത്തിന് പേരോട് മുസ്ലിയാർ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുക. എല്ലാ മുജാഹിദിനും വേണ്ടി, എല്ലാ മുജാഹിദിനും വേണ്ടി റെഡി ആവട്ടെ. പഠിപ്പിച്ചരാ എന്താ മുജാഹിദ് നിലപാട്. ഈ വിഷയത്തിലുള്ള ഏതും എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഔദ്യോഗികമായ ഏതും എടുക്കാം. മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായി പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ 2012 വരെ ഔദ്യോഗികമായ ഏതൊക്കെ എടുക്കാം.
2012 ശേഷമുള്ള അൽമനാറ് അത് എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നില്ല, ഞങ്ങൾ വായിച്ചു നോക്കലില്ല. 2004 അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ വഹാബികൾ വീണ്ടും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ ഇരുകൈകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 2 കൈയുണ്ട്. ആ 2 കൈയിനെ കുറിച്ച് വഹാബികൾ പറയുന്നത് ഇരു കൈകളും അഥവാ ഇരുഭാഗവും വലതുഭാഗമാണ് എന്നാണ്. വഹാബി സഖാഫി പേജ് എടുക്കാം, എന്നിട്ട് പറയുക ഇവന് പതിനേഴി 2 കൈയും വലതുഭാഗത്താകുന്നു. മൂപ്പരവക 2 കൈയും വലതുഭാഗത്താകുന്നു എന്ന് മുജാഹിദികൾ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? ഭാഗം എന്നത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല. ഫൈസൽ മൗലവി മറുപടി പറയണം. എന്താ? അൽമനാറിൽ നിങ്ങൾ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2004 അൽമനാറിൽ വഹാബികൾ പറയാണ് അള്ളാഹുവിന്റെ ഇരുകൈകളും അഥവാ ബ്രാക്കറ്റിൽ ഇരുഭാഗവും. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത്, വലത്തുണ്ട് എന്നുമല്ല പറഞ്ഞത്, വലതു ഭാഗത്തുണ്ട് എന്നാണ്. എങ്കിൽ ഈ അൽമനാർ കക്ഷത്തിലിറക്കി നടന്ന വഹാബികളെ ഒന്നുകൂടി പൊന്നാനിയിൽ കൊണ്ടുപോകണ്ടേ? 1950 മുതൽ 2012 വരെ അൽമനാറിൽ ആശയവിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട മുഴുവനും ഉത്തരവാദിത്തം ഞങ്ങൾക്കുമുണ്ട്, ഏറ്റെടുക്കാൻ ഞങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം എഴുതി വെച്ച എന്തിനേയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. അതിലൊന്നും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു അബദ്ധവും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു അബദ്ധവും വന്നിട്ടില്ല. അപ്പോ സഹോദരന്മാരെ, സ്വന്തമായി ഖുർആൻ നോക്കിയാൽ വരാൻ പോകുന്ന അപകടമാണ്. ഇങ്ങനെ ഒരു വിശ്വാസവുമായി MM അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ക്രിസ്തീയ പുരോഹിതനെ പോയി വെല്ലുവിളിക്കാണ്. എന്താ ക്രിസ്തീയ പുരോഹിതനോട് ചെന്നിട്ട് MM അക്ബർ പറഞ്ഞത്? നിങ്ങളുടെ പഴയ ബൈബിൾ ഒരു കോലമാണ്, പുതിയ ബൈബിളിൽ വേറൊരു കോലമാണ്, നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസമില്ല. എന്നിട്ട് ഞാൻ ഈ കാണിച്ചതും കാണിക്കാത്തതുമായ കുറേ സാധനം ഈ അച്ചായം വായിച്ചിട്ട് അക്ബറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പല കോലത്തിൽ പല കാലത്ത് അല്ലണ്ടല്ലോ, ഞങ്ങളെ ബൈബിളിൽ ഒരു ദൈവമുള്ളൂ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ഖുർആനിന്റെ വിഷയത്തിൽ സംശയമില്ല, ഖുർആൻ പരിഭാഷകളിൽ സംശയം ഉണ്ടാകും. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, പച്ചമലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് അച്ചായം വായിച്ചു നോക്കിയതാണ്. അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. അങ്ങനെയും അക്ബർ മൗലവി പറയുന്നുണ്ട്, അതും പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആൻ പരിഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് വേറൊരു പരിഭാഷ നോക്കിയപ്പോ അങ്ങനെ ഇപ്പരിഭാഷയിൽ ഇങ്ങനെ അങ്ങനെ കിട്ടിയ ദൈവമാണ്. സൂറ കാലികൾ 6:102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42-51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറ 55:26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറ 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറ 20:36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്.
ജനാബ് അക്ബർ മൗലയ്ക്ക് അല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിനും ഒരു ഉത്തരമുള്ളൂ, ഖുർആനിനെ ഒരു ഉത്തരമുള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു അവയവങ്ങളില്ലാതെ പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന അള്ളയാണ്. 4 സുന്നി സംഘടനകൾ പ്രധാനപ്പെട്ടത് കേരളത്തിലുണ്ട്. വ്യത്യസ്ത മദ്രസകളുണ്ട്. നമ്മുടെ പൂർവികർ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്ന അള്ളയുണ്ട്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. മുസ്ലിമീങ്ങളെ, അള്ളാഹുവിലുള്ള വിശ്വാസം പോലും ശരിയായി സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയാത്ത വഹാബികൾ മൈനാഗപ്പള്ളിയിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കണേ, ഏതാ നിങ്ങളെ റബ്ബ്? ഇത് കണ്ണാടിൻ്റെ മുമ്പിൽ ചോദിക്കേണ്ടതാണ്. ഹുസൈൻ സലഫി ഇവിടുത്തെ പ്രസംഗത്ത് പറയണേ, നിങ്ങളുടെ റബ്ബ് ഏതാണ്? റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? നമുക്ക് റബ്ബിനെയും മനസ്സിലായി, ഔലിയാക്കളെയും മനസ്സിലായി, ഇയാൾക്ക് 2ഉം മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് റബ്ബ് മനസ്സിലായിക്കണോ? ആരാ നിങ്ങളെ റബ്ബ്? എന്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയില്ല. ആരാണ് എന്റെ റബ്ബ്? ആ റബ്ബിലേക്ക്, സൃഷ്ടാവിലേക്ക് മടങ്ങണം എന്നല്ലേ നമ്മുടെ പ്രമേയം? അതെ, ഇവിടെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നാണ്. ഞങ്ങൾ മടങ്ങേണ്ടത് 2000 മോഡൽ വഹാബി ദൈവത്തിലേക്കാണോ, 2004 ദൈവത്തിലേക്കാണോ, 950കളിൽ നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തിലേക്കാണോ? 2004ലും 2007ലുമായി 19ഓളം വൈരുദ്ധ്യം ഒറ്റ ശ്വാസത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പറയാനുണ്ട്. ഏത് മോഡൽ ദൈവത്തിലേക്കായി നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ക്ഷണിച്ചത്? ഞങ്ങളൊരു സ്ഥിരമായ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. ആ റബ്ബിനെ ഞങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ ഖുർആനിനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്നാണ്. ഇന്നലെ വരെ ഇവിടെ പരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കഴിഞ്ഞ് ജീവിച്ചിട്ടോ തൗഹീദ് സംരക്ഷിക്കാൻ പള്ളിയും മദ്രസകളും പടുത്തുയർത്തിയ പരിസരത്തെ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്ന സബീലുൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അള്ളാഹനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങളെ ഉസ്താദുമാര് വിശ്വസിച്ച അല്ലാഹ് ഒന്നാണ്, മാതാപിതാക്കൾ വിശ്വസിച്ച അല്ലാഹ് ഒന്നാണ്. കേരളത്തിൽ എത്ര സുന്നി സംഘടനകൾ ഉണ്ടെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന അല്ലാഹ് ഒന്നാണ്. ഇനി അടുത്ത തലമുറയിലേക്ക് ഞങ്ങൾ വിശ്വസിക്കാനുള്ള, പരിചയപ്പെടുത്താനുള്ള അള്ളയും ഒന്നാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറഞ്ഞ് മൈനാഗപ്പള്ളിയിൽ വരുമ്പോ ഏത് മോഡൽ ദൈവത്തിലേക്കാ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? ഏത് ഗ്രൂപ്പിന്റെ ദൈവത്തിലേക്കാ ഞങ്ങളെ ക്ഷണിക്കുന്നത് മുജാഹിദുകളെ?